السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ബില്ലാ അമ്മാ ബഅദ്. ഏവർക്കും ബാഹിസ് റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കരുണകടൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് എഴുതിയിരിക്കുന്നത് മുഹമ്മദ് പാറന്നൂർ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം കുസുമത്തിന്റെ ചീഫ് എഡിറ്ററുമാണ്. പ്രവാചകരുടെ കരുണാർദ്രമായ ചരിത്രകഥകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകർക്കു കാരുണ്യമാണ് താങ്കൾ. അവിടുന്ന് ഭൂമിയിലേക്കും ആകാശലോകങ്ങൾക്കുമൊക്കെ കാരുണ്യം തന്നെ. അനുഗ്രഹീതമായ ആ ജന്മം അല്ലാഹു മനുഷ്യരോട് കാണിക്കുന്ന മഹാകാരുണ്യത്തിന്റെ ഭാഗമായി കാണാം. കാരുണ്യക്കടലായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ പിറക്കാൻ അവസരം ലഭിച്ച നമ്മൾ മഹാഭാഗ്യത്തിനുടമകൾ തന്നെ. അക്കാലത്തെ സർവ്വജനങ്ങളും മിത്രങ്ങളും മാത്രമല്ല, ശത്രുക്കളും ആ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചവരാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണാപൂർണമായ സമീപനങ്ങളിൽ നിന്ന് ഏതാനും ചില സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഈ കഥയെ ആക്കി രൂപീകരിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ മുഹമ്മദ് എന്ന കഥയാണ് ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഏറെ ഇഷ്ടപ്പെട്ടത്. മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഒരു വഴിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ആ വഴിയരികിൽ ഒരു വൃദ്ധയായ സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്താണെങ്കിലോ ഒരു വലിയ വിറകുകെട്ടുമുണ്ട്. അപ്പോൾ തന്നെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് ചെന്ന് കൊണ്ട് ചോദിച്ചു, "ഓ, വല്ല സഹായം ആവശ്യമുണ്ടോ?" വൃദ്ധയായ സ്ത്രീ പറയുകയാണ്, "മോനെ, ഈ വിറക് കെട്ട് ഒന്ന് എൻ്റെ വീട്ടിലെത്തിച്ചു തന്നാൽ നന്നായിരുന്നു." അപ്പോൾ തന്നെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിറക് കെട്ടുമെടുത്ത് ചുമലിലേറ്റി വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലെത്തി. അങ്ങനെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിറക് കെട്ടെടുത്ത് നിലത്തിറക്കി വെച്ചുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീയോട് ചോദിച്ചു, "ഇനി വലിയ സഹായം ആവശ്യമുണ്ടോ?" അപ്പോൾ അവർ പറഞ്ഞു, "മോനെ, ഒരു സഹായം ആവശ്യമില്ല." അങ്ങനെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടുന്ന് തിരിച്ചു പോകാൻ ഇറങ്ങി തിരിഞ്ഞപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ വിളിച്ചുകൊണ്ട് പറയുകയാണ്, "മോനെ, നീ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങ് മക്കയിൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരു കള്ളപ്രവാചകനുണ്ട്. അവന്റെ കെണിയിൽ നീ പെടരുത്." അങ്ങനെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഉമ്മ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ മുഹമ്മദ് അത് ഞാൻ തന്നെയാണ്." ആ ഉമ്മ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ആ ഉമ്മ അവിടുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇത് കേട്ടാൽ മനസ്സിലാകുമല്ലോ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എത്രമാത്രമാണെന്ന്. ഇതിൽ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ഏറെ കാരുണ്യത്തോടെയും ഇഷ്ടപ്പെടുന്ന കുറെ കഥകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതിൽ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളായിരുന്ന ഹസനെയും ഹുസൈനെയും പറയുന്ന ഒരു കഥയുണ്ട്. മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഹസനെയോ ഹുസനെയോ പിന്നാലെ കൂട്ടും. ഒരു ദിവസം രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമലിൽ രണ്ടുപേരെയും കൂട്ടി നടക്കാൻ ഇറങ്ങി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോൾ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു കൊണ്ട് അവരെ മാറി മാറി ചുംബിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, "അല്ലാഹുവിന്റെ റസൂലേ, എന്തൊരു സ്നേഹമാണ് അങ്ങേയ്ക്ക് ഇവരോട്." അപ്പോൾ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, "അതെ, എനിക്ക് ഇവരോട് വലിയ സ്നേഹമാണ്. ഇവരെ സ്നേഹിക്കുന്നവർ എന്നെയും സ്നേഹിച്ചു. ഇവരോട് ഇഷ്ടം കാണിക്കുന്നവർ എന്നോടും ഇഷ്ടക്കേട് കാണിച്ചു." ഇതിൽ ഇങ്ങനെ 49 കഥകൾ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ലളിതമായ മലയാള ഭാഷയിലാണ് മുഹമ്മദ് പറഞ്ഞു എന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.